നമസ്കാരം. VMTVയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐതിഹ്യമാലയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഐതിഹ്യമാലയുമായി ഞങ്ങൾ ഇന്നെത്തിയിരിക്കുന്നത്, യഥാർത്ഥത്തിൽ ഐതിഹ്യമാല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള സുന്ദരമായ ക്ഷേത്രങ്ങളെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഐതിഹ്യമാല. ഇന്ന് ഞങ്ങൾ ഐതിഹ്യമാലയുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. പുണ്യവും പരിപാവനവുമായിട്ടുള്ള ഒരു ക്ഷേത്രം. ചിലപ്പോഴെങ്കിലും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ അനേകം എത്തുന്ന ഒരു ക്ഷേത്രം. ബ്രഹ്മപുരം മഹാലക്ഷ്മി പൃഥ്വിഗിരി ദേവീക്ഷേത്രത്തിലാണ് ഐതിഹ്യമാലയുടെ ഇന്നത്തെ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ വഴിപാടുകളെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അല്ലെങ്കിൽ വിശേഷാൽ പൂജകളെക്കുറിച്ചും കൃത്യമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഐതിഹ്യമാലയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മഹാലക്ഷ്മി പൃഥ്വിഗിരി ദേവീക്ഷേത്രത്തിൻ്റെ അകത്തളത്തിലാണ് ഇപ്പോൾ ഐതിഹ്യമാലയുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. വിശേഷാൽ പൂജകൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തേങ്ങ ഉടയ്ക്കൽ. അതായത് ശത്രുദോഷവും അല്ലെങ്കിൽ ശനിദോഷവും ശരീരദൃഷ്ടി പോലുള്ള വേദനകൾ അനുഭവിക്കുന്നവർക്ക് ഈ തേങ്ങ ഉടക്കുന്നതിലൂടെ മനസ്സിന് ശാന്തിയും എല്ലാ വേദനകളും മാറുമെന്നാണ് ഐതിഹ്യം. ഒത്തിരി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു ക്ഷേത്രം കോടി സൂര്യ പ്രാർത്ഥനകളിൽ ആകാശത്തേക്ക് ചേർത്ത് വെച്ച് വിശ്വാസമുദ്രയുടെ തീർത്ഥം പകർന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തന്റെയും ഭക്തയുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കാരുണ്യക്കടൽ. തിരുവനന്തപുരം ശാസ്തമംഗലം ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി ദേവീ ക്ഷേത്രം. ഇവിടം ലക്ഷങ്ങളുടെ അഭയ കേന്ദ്രം. കേരളത്തിൽ ആദ്യമായി പൃഥ്വിഗിരി ദേവീ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് ശാസ്തമംഗലം ബ്രഹ്മപുരം ഇല്ലത്ത് തന്ത്രിമുഖ്യൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. 16 വയസ്സ് മുതൽ ലക്ഷക്കണക്കിന് പൃഥ്വിഗിരി ഹോമവും മറ്റനേകം ഹോമങ്ങളും നടത്തി മന്ത്രസിദ്ധി കൈവരിച്ചിട്ടുള്ളതും മാനസിക രോഗ വിദഗ്ധരെ കൊണ്ടുപോലും മാറ്റുവാൻ പറ്റാത്ത മാനസിക രോഗങ്ങളും ഭൂതപ്രേതബാധകളും മാറ്റിയിട്ടുള്ളതും ആകുന്നു. ഇവിടെ ശ്രീ മഹാലക്ഷ്മി ദേവി, ബുദ്ധിസിദ്ധി ഗണപതി ഭഗവാൻ, ലക്ഷ്മി നാരായണ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, കുബേര ഭഗവാനും കുബേര ഭഗവതിയും, മൂകാംബിക ദേവി, ബ്രഹ്മാവ് ഭഗവാൻ, സാള ഗ്രാമത്തോടു കൂടിയാണ് ഈ ദേവി ദേവന്മാരെ ഇവിടെ കുടിയിരുത്തിയിട്ടുള്ളത്. ശ്രീ പൃഥ്വിഗിരി ദേവീക്ഷേത്ര നടയിലെ പ്രധാന വഴിപാടാണ് നാളികേരം ഉടയ്ക്കൽ. ഭക്തമനസ്സുകൾ തലയ്ക്കൊഴിഞ്ഞ നാളികേരം പൊട്ടി ചിതർന്നതോടുകൂടി ഭക്തരെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം തുടങ്ങി സകല ദോഷങ്ങളും അകന്നുപോകുന്നു എന്നതാണ് അനുഭവ സാക്ഷ്യം. 13 നാളികേരം മുതൽ സഹസ്രം നാളികേരം വരെ അടിക്കാവുന്ന ക്ഷേത്രമാണ് ഈ പുണ്യ സങ്കേതം. ദോഷങ്ങൾ അകറ്റി അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ക്ഷമാപണം നടത്തി സമസ്ത അപരാധവും പുറത്ത് കുടുംബത്തിന് സകല ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും നൽകണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു വേണം നാളികേര ക്ഷേത്ര സന്നിധിയിൽ ഉടയ്ക്കുവാൻ. ശ്രീ മഹാലക്ഷ്മി ദേവിയും പൃഥ്വിഗിരി ദേവിയും ഒരുമിച്ച് കുടികൊള്ളുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് മഹാലക്ഷ്മി ദേവി പൃഥ്വിഗിരി ദേവീക്ഷേത്രം. സർവമതസ്ഥരുടെയും തീർത്ഥാടന കേന്ദ്രമായി തിരുവനന്തപുരം ശാസ്തമംഗലം ബ്രഹ്മപുരം ശ്രീ മഹാലക്ഷ്മി പൃഥ്വിഗിരി ദേവീക്ഷേത്രം കുടികൊള്ളുന്നു. ഇവിടം ഭക്തലക്ഷങ്ങളുടെ അഭയ കേന്ദ്രം. ഉഗ്ര പൃഥ്വിഗിരി ദേവി ശത്രുദോഷം മാറ്റുന്നതോടൊപ്പം തന്നെ ഗൃഹപ്പിഴ, ഭൂതാവേശം, വിളിദോഷം, യന്ത്രമന്ത്രാദിദോഷം തുടങ്ങി സകല ദോഷങ്ങളിൽ നിന്നും തന്റെ ഭക്തസന്താനങ്ങൾക്ക് മുക്തിയേകി അനുഗ്രഹം ചൊരിയുന്നു ഇവിടം. പൃഥ്വിഗിരി ദേവിയുടെ വായിൽ തീ ജ്വാലയാണ്. ആ ജ്വാലയിൽ
തന്റെ ഭക്തരുടെ ദോഷങ്ങളെയെല്ലാം ദേവി വിഴുങ്ങി ദഹിപ്പിച്ചിരിക്കും എന്നതാണ് അനുഭവ സാക്ഷ്യം. ഐതിഹ്യമാലയിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുന്നത് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള പുണ്യപരിപാവനമായിട്ടുള്ള ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഇത് കേരളത്തിൽ തന്നെ പൃഥ്വങ്കരാദേവി ആദ്യമായി പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ തന്നെ. പിന്നെ ഒരു ശ്രീകോവിലിനകത്ത് മഹാലക്ഷ്മി, ബുദ്ധിസിദ്ധി ഗണപതി ഭഗവാൻ, ലക്ഷ്മി നാരായണ ഭഗവാൻ, കുബേരനും കുബേര ഭഗവതിയും, ശ്രീകൃഷ്ണസ്വാമി, മൂകാംബ്യ ബ്രഹ്മാവ് ഒരു കോവിലുള്ളിൽ ഒരു ശ്രീകോവിലാണ്. അത് പണ്ടത്തെ തന്ത്രിമാരുടെ ബ്രാഹ്മണരുടെയൊക്കെ തേവാരമൂർത്തിയുടെ കൂടാണ് മൂകാംബി ദേവി കുടികൊള്ളുന്നത്. അത് മൂകാംബി എന്ന് കൊണ്ടുവന്ന അന്നത്തെ കാലത്ത് മൂകാംബി എന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചൊന്ന് പറയാമോ? പ്രധാനപ്പെട്ട വഴിപാട് ഈ ശത്രു സംഹാരത്തിനും വിളിദോഷത്തിനും ആഭിചാരദോഷങ്ങൾ, പിന്നെ കൂടാത്രം, ശുദ്രം, ഇങ്ങനെയുള്ള അഭിനയ രോഗങ്ങൾ, രോഗപീഠകൾ, പൂർവ്വര് ചെയ്തിരിക്കുന്ന പാപങ്ങൾ, ദോഷങ്ങളെല്ലാം തീരുന്നതിന് 1000 തലയാണ് ദേവിക്ക്. 1000 തലയുള്ള 2000 കയ്യുമാണ്. അപ്പം ദേവിയുടെ വായിലെല്ലാം തീജോലയാണ്. ശരി. അപ്പോൾ ആ ദേവി ഇതിൻ്റെ എല്ലാം വിഴുങ്ങാനുള്ള ശക്തിയാണ്. ഈ ദോഷങ്ങളെല്ലാം വിഴുങ്ങാനുള്ള ശക്തി. അപ്പോൾ ഈ ലോകത്ത് നരസിംഹം തന്നെ ഈ അവതാരം എടുത്തിരിക്കുന്നത് തന്നെ നരസിംഹത്തിൻ്റെ കോപം തീർക്കാൻ, ഉഗ്ര നരസിംഹത്തിൻ്റെ കോപം തീർക്കാൻ വേണ്ടിയാണ് ദേവി അവതാരം എടുത്തിരിക്കുന്നത്. ശരഭാരൂപമായിരുന്നു എടുത്തത്. അപ്പോൾ ശരവയെ തന്നെ നരസിംഹം വിഴുങ്ങാനും. ശരി. അപ്പം ആ വിഴുങ്ങാൻ പറയുമ്പോൾ ശിവനങ്ങ് മാറി. അങ്ങനെ ശിവന്റെ തൃക്കണ്ണിൽ നിന്നുമാണ് അമാവാസി കർത്തവാവ് നാളിൽ ഉഗ്ര പൃഥ്വങ്കരാദേവി ജനിക്കുന്നത്. ശരി ശരി. അങ്ങനെ നരസിംഹം കണ്ട് പേടിച്ച് ഭയന്നാണ് മഹാവിഷ്ണു അവതാരമായി മാറുന്നത്. ഈ അതുകൊണ്ട് തന്നെ ഈ ദിവസം വിശേഷാൽ പൂജകളും അമാവാസിയിൽ അന്ന് മുളവ്, കടുക് ഇങ്ങനെയുള്ള അനേക ദ്രവ്യങ്ങൾ വെച്ച് ചുക്ക്, കുരുമുളക്, കാന്താരിമുളക്, അങ്ങനെ അനേക ദ്രവ്യങ്ങൾ വെച്ചാണ് എല്ലാ മാസവും ഇപ്പോൾ ഒരു 28 വർഷക്കാലമായിട്ട് അമാവാസിയോടും ഹോമം നടന്നു വരുന്നത്. ഈ ഇപ്പോൾ കർക്കിടക മാസം തന്നെ ഈ കർത്തവാവ്, ഈ വാവ് ദിവസം എന്തെങ്കിലും എല്ലാ മാസവും കർത്തവാവിന് ഉഗ്ര പ്രത്യങ്കര ഹോമം ഉണ്ട്. കർക്കിടവാവിന് പ്രത്യേകിച്ച് കർക്കിടവാവിന് പ്രത്യേകിച്ച് കർക്കിടകം എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രീരാമ പൂജകളാണ് നടക്കുന്നത്. 30 ദിവസവും ശ്രീരാമ പൂജ. ഈ കർക്കിടകത്തിലും വാവിന് വലിയ ഇപ്പം 4-ാം തീയതി ഈ മഹാപ്രത്യങ്കര ഹോമമുണ്ട്. ഭക്തജനങ്ങളുടെ വകയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെ പേരിലും 28 വർഷം മുടങ്ങാതെ നടക്കുക. ശരി. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് പറഞ്ഞു, ഈ തേങ്ങ ഒഴിഞ്ഞ്. തേങ്ങ ഒഴിഞ്ഞ് ആ തേങ്ങ നമ്മൾ ആദ്യം ശുദ്രങ്ങൾ, വിളിദോഷങ്ങളെല്ലാം ദേവിക്ക് 12 തേങ്ങ മുതൽ 1000 തേങ്ങ വരെ ദേവിക്ക് അടിക്കാം. ശരി. ദേവിക്ക് കഴിക്കാനായിട്ടാണ് സങ്കല്പം. ശരി 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 ശരി. അപ്പം നമ്മൾ ദേവിക്ക് കൊടുത്തിട്ട് വേണം ഒരു തേങ്ങ കൊണ്ട് നമ്മുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെയും സന്തതിയുടെ ദുരിതങ്ങളെല്ലാം തീരാൻ വേണ്ടി ഒരു തേങ്ങ കൊണ്ട് ഒഴിഞ്ഞ് 12 പ്രദക്ഷിണം ചെയ്ത് അടിക്കുകയാണ്. അങ്ങനെ ഒരു 12 തവണ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു ദുരിതങ്ങളോ ദോഷങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. 1, 3 അല്ലെങ്കിൽ 7 അല്ലെ 12. ഇതാണ് കണക്ക്. 1000 തേങ്ങ അടിച്ച ഒരുപാട് ഭക്തരുണ്ട്. ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം 1000 തേങ്ങ അടിച്ചു. ദേവി ആദ്യം ഇരുന്ന സ്ഥലം ഇതാ. 2 ദേവിമാർ ഇരുന്ന സ്ഥലം ഇതാ. അവിടുന്ന് ആ ദേവി ഇവിടെ ഇരിക്കുമ്പോൾ 1000 തേങ്ങ അടിച്ച്, അങ്ങോട്ട് മാറിയപ്പോൾ 1000 തേങ്ങ അടിച്ചു ഞാൻ തന്നെ. ഈ കോവിലിന്റെ പുനരുദ്ധാരണമൊക്കെ നടന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ 28 വർഷമായി. 28 വർഷമായിട്ടുണ്ട്. ദൂരസ്ഥലത്ത് പോലും നിരവധി പിന്നെ കോന്നി, ഇപ്പം കോഴിക്കോട്, റാന്നി, പിന്നെ ദുബായ്, സൗദി, അമേരിക്ക, സിംഗപ്പൂർ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ദേവിയുടെ വന്ന് അറബികൾ വരെ ദേവിയുടെ വന്ന് ഹോമം നടത്തിയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ സിനിമാക്കാരും പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം ചെയ്ത് പിന്നെ ഈ ധനസമർപ്പണം മഹാലക്ഷ്മിക്ക് ഇവിടെ ഏറ്റവും പ്രധാന വഴിപാട് മഹാലക്ഷ്മിക്ക് ധനസമർപ്പണം. നമുക്ക് കെട്ടിടങ്ങൾ
വെക്കുന്നതിന്, പിന്നെ ജോലി കിട്ടുന്നതിന് വേണ്ടി, പിന്നെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് വേണ്ടി വിഭാഗങ്ങൾ സന്താനത്തിനെല്ലാം ലക്ഷക്കണക്കിന് ധനസമർപ്പണവും പിടിപ്പണവും ഉദ്ദിഷ്ടകാര്യസിദ്ധി പൂജ ചെയ്ത് ഫലം കിട്ടി ഇക്കൊണ്ട് ഇന്നും അങ്ങനെ ഇരിക്കുകയാണ്. ശരി. ഇവിടെയുള്ള ആഘോഷങ്ങൾ എപ്പോഴാണ് ഉത്സവം? മകരപൂരം 10 ദിവസം ഉത്സവം. ഈ വർഷം ഇപ്പോൾ നടക്കാൻ പോകുന്നത് പുനഃപ്രതിഷ്ഠയും കൊണ്ടുണ്ട്, 20 ദിവസത്തെ ഉത്സവം. അതെപ്പോഴാണ്? അത് ഈ മകരത്തിൽ അന്ന് പഞ്ചാംഗത്തിൽ ഇപ്പോൾ കാണിച്ചത് മകരത്തിലാണ്, മകരപൂരം. ശരി ശരി. പിന്നെ കുംഭത്തിൽ പുനഃപ്രതിഷ്ഠ, രണ്ടും ഈ വർഷം നടക്കുകയാണ്. 2016 തിരുപ്പതിയിൽ നിന്ന് വരെ പൂജക്കാർ വന്ന് പിന്നെ സഹസ്ര കലശങ്ങളും ദ്രവ്യകലശങ്ങളും അനേക 16 ദിവസം നമ്മുടെ ഇല വെട്ടി അടപ്രഥമത്തോടു കൂടി സദ്യ ഇവിടെ കൊടുത്തു. ₹1 ഇന്ന് വരെ പിരിക്കാനോ പിരിവിനോ ഒന്നും ഈ ക്ഷേത്രത്തിൽ നിന്ന് വെളിയിൽ ആരോടും ചോദിക്കാനോ പറയാനോ പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് തേടി വരും. അത് ഭംഗിയായി നടക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ വന്ന് ദേവി പറയുമ്പോഴേ വരാൻ പറ്റും. ശരി ശരി. ഞാൻ പറയുന്നത് പോലും ദേവി പറഞ്ഞാലേ നടക്കും. ഇവിടുത്തെ എന്ത് കാര്യങ്ങളാണ് ഇവിടെ ഒന്നിനും ഒരു കുറവില്ല. ഇപ്പോൾ കൊറോണ സമയത്ത് പോലും എല്ലാ ജീവനക്കാർക്കും മുടങ്ങാതെ ശമ്പളം കൊടുത്ത് പിന്നെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്ന സമയമാണ് കൊറോണ സമയം. ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഇൻട്രസ്റ്റ്. ഉത്സവ സമയത്ത് ഭക്ത സേവാ സമിതി എടുക്കും. രാവിലെ എത്ര മണിക്കാണ് നട തുറക്കും? രാവിലെ 4:30 തുറക്കും. വെള്ളി ചൊവ്വായും 11:30 അടയ്ക്കുന്നത്. സാധാരണ ദിവസം 11 മണിക്ക് അടയ്ക്കും. പിന്നെ വെള്ളിയാഴ്ച 12 മണി. കർത്തവാവ് ദിവസം 2 മണിയാവും അടയ്ക്കാൻ. കർത്തവാവ് ഹോമങ്ങൾ ഉണ്ടായതുകൊണ്ട് കർത്തവാവിൻ്റെ അന്ന് 2 മണിയാവും. പിന്നെ വൈകുന്നേരത്തെ 5 മണിക്ക് തുറന്ന് 7 മണി വരെ നാളികേരം അടിക്കലും പൂജകളെല്ലാം ചെയ്യുന്നുണ്ട്. 8 മണി വരെ നമുക്ക് നടയടയ്ക്കും. ശരി ശരി. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഭക്തർക്ക് ചിലപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്താൻ പറ്റിയില്ലെങ്കിലും ഈ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് പൂജകൾ നടത്തുന്നുണ്ട്. അക്കൗണ്ടിൽ പൈസ വരുന്നുണ്ട്. പിന്നെ നടകുരുതി എന്ന് പറയും, ശത്രുസംഹാരം. നടകുരുതി എന്ന് പറയുന്ന പ്രധാന വഴിപാട്. അതിന്റെ അർത്ഥങ്ങളെല്ലാം പ്രത്യങ്കര മന്ത്രം ജപിച്ച് എല്ലാ വീട്ടിലും കൊണ്ടുവന്ന് കുടയുകയാണ്. കുടഞ്ഞു കഴിയുമ്പോഴത്തെ അവിടുത്തെ ദുരിതങ്ങളും ദോഷങ്ങളും ഈ കൂടാത്ര ക്ഷുദ്രങ്ങളെല്ലാം തിന്മകളെല്ലാം ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് പ്രത്യങ്കരയുടെ മൂലമന്ത്രം പറഞ്ഞു കൊടുക്കും. പ്രത്യങ്കരയുടെ മൂലമന്ത്രം പറഞ്ഞിട്ട് എല്ലാം ഇറങ്ങിപ്പോകാൻ വേണ്ടി ആ തീർത്ഥം കൊടയും. പിന്നെ ഇവിടുന്ന് കുരുതി നടത്തുന്ന പൂ കൊണ്ടുവന്ന് കന്നിമൂലയിലോ ഈശാനകോണിലോ കുഴിച്ചിടാൻ പറയും. അങ്ങനെ ദേവിയുടെ ഒരു ഐശ്വര്യം ആ വീട്ടിന് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തുച്ഛമായ ചെലവിലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ശരിക്കും അതിനുള്ള ഒരു വിജയം കൈവരിച്ചുകൊണ്ടായിരിക്കും നിരവധി ഭക്തജനദേവിക്ക് ഇത്രയുള്ള പ്രധാന വഴിപാടുകളൊക്കെയാണ്. പിന്നെ ഈ 36 വർഷങ്ങൾ കൊണ്ട് സിലോണിൽ നിന്ന് അവിടെ നിന്നൊക്കെ മുടങ്ങാതെ, ഒരു വർഷം പോലും മുടങ്ങാതെ, ഈ കൊറോണ സമയത്ത് മുടങ്ങാതെ പൂജ നടത്തിയിട്ടുണ്ട് ഇവിടെ വന്ന്. ഇവിടുത്തെ DGPമാരും എല്ലാവരും ഉന്നതരെല്ലാം വന്ന് പൂജ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇനിയും ഞങ്ങളുടെയൊക്കെ കർമ്മം എന്ന് പറയുന്നത് ഈ നാളികേരം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ആശുപത്രി കിടക്കുന്നവരുടെയൊക്കെ രോഗങ്ങളും എല്ലാം ദേവി വിഴുങ്ങണം. ദേവി തന്നെ ഏറ്റുവാങ്ങണം. ശരിക്കും ദേവിയുടെ ഉള്ളിൽ അഗ്നിയാണ്. എല്ലാം അതാണ് മുളവ് എരി പദാർത്ഥങ്ങളെല്ലാം. അതിനെ പിന്നെ പായസങ്ങളും അപ്പവും ഉണ്ണിയപ്പം കടുംപായസം എല്ലാം കൊടുത്ത് ദേവിയെ സൗമ്യമാക്കിയെടുക്കും. അങ്ങനെ ദേവി അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഇവിടെ കുടിയിരുത്തി അവിടുന്ന് പിന്നെ നിവേദ്യങ്ങളും ഹോമങ്ങളെല്ലാം കഴിഞ്ഞ് അത് മൂലസ്ഥാനത്തെ കൊണ്ടുപോയി ദീപാരാധന കഴിച്ച് ഭക്തർക്ക് പ്രസാദം നൽകും. എല്ലാ അമാവാസികളും മുടങ്ങാതെയാണ്. മഹാലക്ഷ്മി എന്ന 7 ശ്രീകോവിലിനകത്താണ്. ഇവിടെ ധനസമർപ്പണം, പിടിപ്പണം, ഉദ്ദിഷ്ടകാര്യസിദ്ധി, ഈ പൂജയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അഷ്ടാഭിഷേകം, തേങ്ങയടിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ധനസമർപ്പണം, പിടിപ്പണം, ഉദ്ദിഷ്ടകാര്യസിദ്ധി 3 പൂജ പ്രധാനം. പിന്നെ അഷ്ടാഭിഷേകം എല്ലാം പ്രധാനം. അഷ്ടാഭിഷേകം പ്രധാനമാണ്. പിന്നെ ഉദയാസ്മന പൂജ ഡെയിലി ഓരോരുത്തര വകയായിട്ട് ചെയ്യുന്നതാണല്ലേ. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യും. എല്ലാ പൂജകളും നേരത്തെ കൂട്ടി പൂജ. പിന്നെ ഒരു നടകുരുതി ഒരാൾക്കേ ഉള്ളൂ. പിന്നെ ഈ കാര്യസിദ്ധി, ധനസമർപ്പണം, പിടിപ്പനം ഒരാൾക്കേ കൊടുക്കും. ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ പ്രധാനമാണ്. ശരി. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്യണം അല്ലേ? ശരി. അപ്പോൾ അതിനുള്ള ഇമെയിൽ ഐ ഡിയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ല ബുക്ക് ചെയ്യാനുള്ള. ശരി. അപ്പോൾ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമാകാൻ പറ്റിയ വലിയൊരു സന്തോഷം. ഓക്കെ, സന്തോഷം. ലക്ഷക്കണക്കിന് ഭക്തരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നതും അവരുടെ വേദനകൾ ഇവിടെ പറയുകയും ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ എത്തിയപ്പോൾ നമുക്ക് കാണാനും പരിചയപ്പെടാനും സാധിച്ചത്. ഡോക്ടർ ടി ബാലചന്ദ്രൻ സാർ. ഈ ആറന്മുള വാൽക്കണ്ണാടിയുടെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ആറന്മുള വാൽക്കണ്ണാടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്.
ഇദ്ദേഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ആറന്മുള വാൽക്കണ്ണാടി എന്നുള്ളത് നമുക്ക് അറിഞ്ഞതും മനസ്സിലാക്കിയതും. നമസ്കാരം സാർ. യഥാർത്ഥത്തിൽ എപ്പോഴും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്തനാണ് എന്നറിഞ്ഞു, വളരെ സന്തോഷം. എന്നും വരാറുണ്ടോ? എങ്ങനെയാണ്? എവിടെയാണ് താമസം? എവിടെയാണ്? ഞാൻ ആറന്മുളക്കാരനാണ്. അപ്പോൾ എനിക്ക് ഇന്റർനാഷണൽ ആയിട്ട് ഇരിക്കാൻ ഇവിടെ നിന്ന് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അവിടെ ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കരമനയിലാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ മിക്കപ്പം വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് ഇന്ന്. അപ്പം ഒരേ നിമിത്തം വന്നിട്ട്, അതെ അതെ ശരിയാണ്, എന്തിനും ഒരു നിമിത്തം വന്നില്ല. അപ്പം എനിക്ക് ഇവിടെ ഒന്ന് ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതേവരെ ഇവിടെ നിന്ന് സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം, ഒരു 5-10 മിനിറ്റ് ഇരിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ എല്ലാവരും അറിവുള്ളത്. പക്ഷേ എന്നെ നിർത്തിയത് അമ്മയുടെ മുമ്പിലാണ്. അതിനൊരു നിമിത്തമാണ്. മനസ്സിലായോ? അപ്പം അതിനുകൊണ്ട് എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടാവും. ആരിലൂടെയാണ് ഈ ക്ഷേത്രം അറിഞ്ഞത്? എനിക്ക് ഇപ്പോഴല്ല, ഞാൻ ഒരു അപ്പൂപ്പനോട് ഇവിടെയാണ് വന്നത്. ഇത്രയും ക്ഷേത്രം ഇത്രയും വിപുലമായിട്ടുള്ള അതായിരുന്നു. അപ്പം അതിനോടൊപ്പം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് എങ്ങനെയാണ്. അപ്പം അങ്ങനെ 2-3 വർഷം വന്നു. പിന്നെ ഇത് പ്രതീക്ഷിക്കാന്ന് ഞാൻ ഫാമിലി ആയിട്ട് വന്നത്. മനസ്സിലായോ? അപ്പം ഇന്ന് വന്നതും എന്താ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരവും എന്തോന്നറിയില്ല. അതുപോലെ നമ്മൾ ഒരു പുണ്യവടിയാണ്. വേദനകളൊക്കെ വന്ന് പറയുന്നത് അമ്മയോട് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെ എല്ലാവർക്കും തീർച്ചയായിട്ടും നമുക്ക് ദൈവം ഉണ്ടല്ലോ. ഒരു എന്താ പറയുക, നമ്മുടെ വിഷമം നമ്മൾ പറയണം. തീർച്ചയായിട്ടും പറയുന്നത് അനുഭവം തീർച്ചയായും തന്നിരിക്കും. എത്ര വർഷം ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങി? വന്നിട്ട് ഒരു 6 മാസം. പേരെന്താണ്? എൻ്റെ പേര് സുരേഷ് കുമാർ. തിരുവനന്തപുരത്ത് തന്നെയാണോ? അല്ല, ഞാൻ ആലപ്പുഴക്കാരൻ. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിട്ട് എൻ്റെ മക്കളുടെ പഠിത്ത സംബന്ധമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണോ? അല്ല, ഇപ്പോൾ വന്നത്. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി പോസ്റ്റിലോട്ട് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ ഇത്രയും വൃത്തിയും ശുദ്ധിയുമുള്ളൊരു ക്ഷേത്രം, ഐശ്വര്യമുള്ള ക്ഷേത്രം വേറെ ഓരോടത്തും ഇല്ല, കണ്ടിട്ടില്ല. കാര്യം നമ്മൾ ദേവിക്ക് അർപ്പിക്കാൻ വേണ്ടി ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് കഴുകി വൃത്തിയും ശുദ്ധിയോടെയും കൂടെ വയ്ക്കാൻ തന്ത്രി സമ്മതിക്കത്തുള്ളൂ. തന്ത്രി അത്രയ്ക്ക് സ്ട്രിക്റ്റാണ്. ഈ നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും വന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ താങ്കൾ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ദേവിയായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ഒരു ഭാഗ്യം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ? മുൻപ് ഞാൻ കേട്ടിട്ടില്ല, ഇവിടെ വന്ന് കേട്ടതാണ്. ഞാൻ അറിഞ്ഞത് ഫേസ്ബുക്കിൽ കൂടെയാണ് അറിയുന്നത്. അന്വേഷണമാണ് ഇവിടെ ജോലിക്ക് വന്നതും തന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പൊ ക്ഷേത്രത്തിൽ. ഒരുപാട് വരുന്നുണ്ട്. പാലക്കാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഗുജറാത്ത്, പഞ്ചാബിൽ നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. വരുന്നവർക്കൊന്നും ഭാഷ പ്രശ്നമല്ല. നമുക്കെല്ലാ ഭാഷ അറിയാവുന്ന പേരിൽ അവർ നല്ല രീതിയിൽ. ഞാൻ ഗൾഫിലായിരുന്നു, സെക്യൂരിറ്റി ആയിരുന്നു, അവിടെ മിനിസ്ട്രിയിലായിരുന്നു. അപ്പോൾ ഈ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അത് ഫാമിലിയാണ്. അതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. പല ചേട്ടൻ പറഞ്ഞ പോലെ പല സംസ്ഥാന ആൾക്കാർ വന്നിട്ട് ഇവിടെ ഭാഷ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ അതിനെ കാൽക്കുലേഷൻ ചെയ്താണ് ഇവിടെ പോകുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് വന്നത്. അപ്പം അതുകൊണ്ട് എന്തോ പറയാനെന്ന് അറിയില്ല. ഒരു നല്ലൊരു എനർജി, അതാണ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ. എല്ലാം ഇവിടെ മിക്കവാറും 2 മണി പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് 10-15 മിനിറ്റ് ഇരിക്കണം. അതാണ് ഇതിന്റെ പോസിറ്റീവ്. അങ്ങനെയാണ്. പക്ഷെ ആ സമയം കൊണ്ട് എനിക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കാനുള്ള ഒരു കിട്ടിയല്ലേ ഭാഗ്യം കിട്ടി. അത് എനിക്ക് നല്ലൊരു പോസിറ്റീവ്. അങ്ങനെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാൽ തീരാത്ത അത്രയും വിശേഷങ്ങളും അതാണ് നേരത്തെ ആദ്യം പറഞ്ഞത്. പുണ്യമാണ്, സുന്ദരമാണ്, മനോഹരമാണ്. ഇങ്ങനെ നിരവധി ആൾക്കാരാണ് പല ദൂര സ്ഥലത്തുനിന്ന് പോലും ഈ അമ്മയെ ദർശിക്കുവാൻ വേണ്ടിയിട്ട്, വേദനകൾ പറയാൻ വേണ്ടിയിട്ട്. ആ ഒരു വേദന തീർച്ചയായിട്ടും ഇവർ വന്നു കഴിഞ്ഞാൽ, മനമൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വേദന അമ്മ കേൾക്കുമെന്നുള്ളതിന് 100% ഉദാഹരണമാണ് ഇദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികൾ. ആദ്യം എനിക്ക് പ്രാർത്ഥിച്ചു. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തെ 80-90 ആവുമ്പോൾ ചിരിച്ചോട്ടെ ഞാൻ നടക്കുന്നത്. മനസ്സിലായില്ലോ? അല്ലെ, നമ്മള് ആ വിഷമം ഇപ്പം പറഞ്ഞു കഴിയുമ്പോൾ ഒരു 70% കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിന് സന്തോഷമാണ്. ഐതിഹ്യമാലയുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ബ്രഹ്മപുരം മഹാലക്ഷ്മി പൃഥ്വിങ്കരി ദേവീക്ഷേത്രത്തിലാണ് ഇന്നത്തെ എപ്പിസോഡുമായി ഞങ്ങൾ എത്തിയത്. പൂർണ്ണമായും ഭക്തിയുടെ പൂർണ്ണത ആവാഹിച്ചൊരു ക്ഷേത്രം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഒരു ചൈതന്യം കൊണ്ട് പേര് കേട്ട ഒരു സുന്ദരമായിട്ടുള്ളൊരു ക്ഷേത്രം. എല്ലാം കൊണ്ടും ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. എല്ലാ ഭക്തർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് വ്യത്യസ്തത തോന്നുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു ക്ഷേത്രം. അടുത്ത അധ്യായത്തിൽ പുതിയൊരു ക്ഷേത്രത്തെ പരിചയപ്പെടാം. നന്ദി, നമസ്കാരം.